സർ വരുണിന്റെ അടുത്തേക്ക് വന്നു. രഞ്ജിത്ത്, ഹായ്, ഞാൻ രഞ്ജിത്ത്. വരുൺ, അത് പിന്നെ എനിക്ക് സാറിനെ അറിയാം. രഞ്ജിത്ത് അല്പം ടെൻഷനോടെ, എങ്ങനെ അറിയാം? വരുൺ, അത് പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് എനിക്കൊരു കൗൺസിലിംഗ് തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? രഞ്ജിത്ത്, ഓ, ഞാനിപ്പോൾ ഓർക്കുന്നു. റാഗിംഗ് ഇഷ്യൂ അല്ലേ? അത് കണ്ടപ്പോൾ ഒരു മുഖപരിചയം എനിക്കും തോന്നി. ബൈ ദ വേ, നീ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇനി ഞാനായോണ്ട്. വരുൺ, ആ, സാർ, അത് പിന്നെ ചെറിയൊരു ടെൻഷനുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. രഞ്ജിത്ത്, ടെൻഷനൊന്നും വേണ്ട, എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. ബാ, നമുക്കൊരു കോഫി കുടിക്കാൻ പോകാം. അങ്ങനെ അവർ അടുത്തുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ അവർ പരസ്പരം വിശേഷങ്ങളൊക്കെ കൈമാറി ഒരു നല്ല സുഹൃത്തു ബന്ധത്തിന് തുടക്കമിട്ടു. വരുൺ, സാർ എന്നും ബസ്സിലാണോ നാട്ടിൽ പോകുന്നത്? രഞ്ജിത്ത്, അല്ല, കാറിൽ. പക്ഷേ ഈ ആഴ്ച വണ്ടി സർവീസിന് കൊടുത്തത് കിട്ടിയില്ല, അതുകൊണ്ട് ബസ്. വരുൺ, ഷോ, ഇപ്പൊ തോന്നുന്നു കോഴിക്കോട് കോളേജ് വിട്ട് പാലക്കാട് പോകണ്ടായിരുന്നെന്ന്. രഞ്ജിത്ത്, ഞങ്ങളെല്ലാരും പറഞ്ഞതല്ലേ, സാരമില്ല. അത്ര ദൂരമൊന്നുമില്ലല്ലോ, ഇടയ്ക്ക് കാണാമല്ലോ. നിനക്ക് ബൈക്കും ഉണ്ടല്ലോ. അങ്ങനെ 1 മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം അവർ പിരിഞ്ഞു. അന്നു മുതൽ സാർ അവന് എന്നും മെസ്സേജ് അയച്ച് സംസാരിക്കാൻ തുടങ്ങി. അവനുമായി സിനിമയ്ക്ക് പോകും, ഡ്രൈവിങ്ങിന് പോകും, ഷോപ്പിങ്ങിന് പോകും, അങ്ങനെ അങ്ങനെ ആ ബന്ധം സ്ട്രോങ് ആയി മുന്നോട്ട് പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഇതുവരെ അവരുടെ ഇടയിൽ ശാരീരികമായി ഒന്നും സംഭവിച്ചിരുന്നില്ല. സാർ അവനോട് പലതവണ മുറിയിലേക്ക് വരാൻ പറഞ്ഞുവെങ്കിലും വരുണ് അതൊക്കെ പേടിയായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം പോലും സാർ അവനെ നിർബന്ധിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വരുണിന് സാറിനോട് നല്ല ബഹുമാനവും സ്നേഹവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാർ വരുണുമായി കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത്ത്, ഹായ് ചക്ക, പറയടാ. വരുൺ, ഹായ്. രഞ്ജിത്ത്, എടാ, എക്സാമാ വരുന്നത്, പഠിത്തമൊക്കെ നന്നായി നടക്കുന്നുണ്ടോ? വരുൺ, ഒന്നും അറിയില്ല സാർ, ഞാൻ മിക്കവാറും സപ്ലി വാരി കൂട്ടും. രഞ്ജിത്ത്, എന്താ ഒന്നും പഠിക്കാത്തെ? ഫ്യൂച്ചർ നോക്കണം ട്ടോ. വരുൺ, പഠിക്കാൻ എന്നെ സമ്മതിച്ചിട്ട് വേണ്ടേ? സാർ ഫുൾ ടൈം എന്നോട് ചാറ്റിംഗ് അല്ലേ? രഞ്ജിത്ത്, ഓ, പിന്നെ എന്നോട് 10 മിനിറ്റ് ചാറ്റ് ചെയ്യുമ്പോഴേക്കും അങ്ങ് തോൽക്കുമല്ലേ? വരുൺ, എന്നെ കളിയാക്കാതെ സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? എന്നെ എങ്ങനെയെങ്കിലും പാസ്സാക്കി താ. രഞ്ജിത്ത്, ഞാൻ എന്ത് ചെയ്യാനാ? വരുൺ, പിന്നെ സാർ യൂണിവേഴ്സിറ്റിയിൽ വലിയ ആളല്ലേ, സാർ വിചാരിച്ചാൽ പാസ്സാക്കാനൊക്കെ പറ്റും. രഞ്ജിത്ത്, പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? വരുൺ, അങ്ങനെ പറയല്ലേ സാർ. സാർ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം, എന്നെ ഒന്ന് പാസ്സാക്ക്, ഞാൻ എന്തും ചെയ്യാം, എന്തും. രഞ്ജിത്ത്, എടാ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മളെ വേണം. നിന്നെ ഞാൻ എത്ര തവണ എൻ്റെ റൂമിൽ വിളിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുമ്പോഴാണ് നിന്നെ വിളിക്കുന്നത്, അപ്പോഴൊക്കെ നിനക്ക് ജാട. വരുൺ, അത് പിന്നെ വീട്ടിൽ ചോദിക്കും, അതുകൊണ്ടാണ്. രഞ്ജിത്ത്, നിന്നെ ഞാൻ പാസ്സാക്കിയൊക്കെ തരാം. എന്തായാലും സ്റ്റഡി ലീവ് അല്ലേ, നാളെ കോഴിക്കോട് വാ, ഞാൻ മാത്സ് പഠിപ്പിക്കാം. ഇവിടെ താമസിച്ചോ വേണമെങ്കിൽ മറ്റന്നാ പോകാം. വീട്ടിൽ സീനാണ്, എന്നാലും എന്നാലും ഞാൻ വരാം. അപ്പോ നാളെ കാണാം. പിറ്റേ ദിവസമായി. പൊതുവെ വളരെ ലെങ്തി ക്ലാസ് എടുക്കുന്ന രഞ്ജിത്ത് സർ അന്ന് തൻ്റെ പീരീഡ് വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് കോളേജിൻ്റെ അടുത്തുള്ള പാർക്കിലെത്തി. അവിടെയാണ് വരുണോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുണും എത്തി, അവർ കണ്ടുമുട്ടി. അടുത്ത മൺഡേ എക്സാം തുടങ്ങുമോ? എന്തേലും ഒരു വഴി പറഞ്ഞതാ മുത്തേ എന്ന് വരുൺ പറഞ്ഞുകൊണ്ട് അരുൺ സാറിന് തുടയിൽ നുള്ളി. രഞ്ജിത്ത്, ഉഫ്, ഈ ചെക്കൻ ഇങ്ങനെയൊന്നും പിടിക്കാതെ ചെക്ക. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യണം. പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടുമ്പോൾ അതിലെ ഫ്രണ്ട് പേജിൽ നീ സബ്ജക്റ്റ് എഴുതുന്ന സ്ഥലത്ത് ആദ്യം തെറ്റായ സബ്ജക്റ്റ് എഴുതണം. അതായത് തിങ്കളാഴ്ച പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തിന്റെ പരീക്ഷയ്ക്കുള്ള വിഷയത്തിന്റെ പേര് എഴുതണം. എന്നിട്ട് അതൊരു വര കൊണ്ട് വെട്ടിയിട്ട് അതിൻ്റെ മുകളിലോ സൈഡിലോ ആയിട്ട് കറക്റ്റായിട്ടുള്ള സബ്ജക്റ്റ് എഴുതണം. എന്നിട്ട് കൃത്യം 3-ാമത്തെ പേജിന്റെ മുകളിൽ സബ്ജക്റ്റ് പേരെഴുതി വട്ടമിടണം. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് നിന്റെ ഷീറ്റാണെന്ന്. ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് റോൾ നമ്പർ വരെ കീറിയിട്ടാണ് തരുന്നത്. ബാർകോഡ് വെച്ചിട്ടാണ് ആൻസർ ഷീറ്റ് ഐഡന്റിഫൈ ചെയ്യുക. അതുകൊണ്ട് നീ ഇത്രയും ചെയ്താൽ മതി, ബാക്കി ഞാൻ ഏറ്റു. വരുൺ, അത് പിന്നെ എല്ലാ വിഷയത്തിനും ജയിപ്പിച്ച് ഇങ്ങനെ തരും, അതൊന്നും സാറല്ലല്ലോ നോക്കും. രഞ്ജിത്ത്, എടാ, ഈ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ പേപ്പറുകൾ ഏതൊക്കെ സെന്ററുകളിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിന്റെ കോളേജ് എനിക്കറിയാലോ. മാത്സ് ഞാൻ ഉറപ്പു തരാം, ബാക്കി വിഷയം ഞാൻ ഉറപ്പു തരുന്നില്ല, ബട്ട് ശ്രമിക്കാൻ കൂട്ടാം എന്ന് പറഞ്ഞ് വരുണിന്റെ കവിളിൽ പിച്ചി. പെട്ടെന്ന് മാറ്റി, ആരേലും കണ്ടാലോ എന്ന പേടി സാറിനുണ്ടായി. വരുൺ അത് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നി. ഡാ, ഇന്നെങ്കിലും എൻ്റെ റൂമിൽ വാ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കും, കുറച്ച് മാത്സ് പഠിപ്പിക്കാം. വരുൺ സാറിനോട് കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവൻ മറുത്തൊന്നും മിണ്ടിയില്ല. അവർ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. വരുൺ, സാറേ, പെട്രോൾ ഇല്ല കേട്ടോ അവിടെ വരെ പോകാൻ, എൻ്റെ കയ്യിൽ ആകെ 50 രൂപയും കൂടെ ഉള്ളൂ. രഞ്ജിത്ത്, എങ്കിൽ ആ പമ്പിലേക്ക് കയറ്റ്, പെട്രോൾ അടിച്ചേക്ക് വെച്ചേക്ക്, എനിക്ക് അറിയുന്ന ആളാണ് ഓണർ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് കാറിൽ പോകാം. പെട്രോൾ അടിച്ചതിന് ശേഷം ബൈക്ക് അവിടെ കയറ്റി അവർ കാറിൽ റൂമിലെത്തി.
സർ, എന്നാ ഞാൻ പോട്ടെ. സ്റ്റേ ഒന്നും വീട്ടിൽ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ അന്വേഷിച്ചു തുടങ്ങിക്കാണും. ഞാൻ പോട്ടെ. ലേറ്റായി. കുഴപ്പമില്ലല്ലോ. ആ, സാരമില്ല. നീ എന്തായാലും വന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് വാടാ കേട്ടോ. അങ്ങനെ ഉടുപ്പിട്ട് രണ്ടുപേരും ഇറങ്ങാറായപ്പോൾ സാർ കുറച്ച് പൈസ എടുത്ത് വരുണിന്റെ കയ്യിൽ കൊടുത്തു. എടാ, ഇത് കൈ വെച്ചോ, നിന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അയ്യോ, ഇതൊന്നും വേണ്ട സാർ. സാർ ഓൾറെഡി പെട്രോൾ അടിച്ചില്ലേ, അത് മതി. കുഴപ്പമില്ല, നീ ഇത് വെച്ചോ. ശരി. അങ്ങനെ ഒരു ഊബർ ബുക്ക് ചെയ്ത് കൊടുത്ത് വരുൺ പെട്രോൾ പമ്പിലും അവിടുന്ന് ബൈക്ക് എടുത്ത് നേരെ വീട്ടിലും എത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പക്ഷെ ഇത്ര ദിവസമായിട്ടും പിന്നീട് സാറിന്റെ ഒരു മെസ്സേജ് പോലും കണ്ടില്ല. വരുൺ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല. തിങ്കളാഴ്ച പരീക്ഷയായി. പരീക്ഷ എഴുതി. സാറ് പറഞ്ഞ പോലെ തന്നെ എഴുതി. പക്ഷെ ഇപ്പോഴും സാറിന്റെ ഒരു അനക്കവുമില്ല. അതിനുശേഷം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും എനിക്ക് സാറിനെ കിട്ടിയില്ല. ഇപ്പോൾ ദേ റിസൾട്ട് വരാറായി. എനിക്ക് നല്ല ടെൻഷനുണ്ട്, ജയിക്കുമോ തോൽക്കുമോ എന്ന്. സാറ് എന്നോട് ഇതിന് ശേഷം ഒരു ഫോൺ കോളോ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. നീ എന്നെ ഒന്ന് സഹായിക്കണം. നിന്നെ പ്രതീക്ഷിച്ചാണ് ഇത്രയും ദൂരം വന്നത്. ഇത് കേട്ട് അർജുന്റെ കണ്ണ് നിറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുൺ ഇവിടെ വരെ വന്നതെന്ന് കരുതിയ ഒരു മണ്ടനാണല്ലോ താൻ എന്നോർത്ത്. വരുൺ, ഡാ പറ, ഹെൽപ്പ് ചെയ്യാമോ? അർജുൻ, ഓ, എനിക്ക് ഈ കോളേജിൽ ഇഷ്ടമല്ലാത്തൊരു സാർ അയാൾ. എന്നാലും ഞാൻ ശ്രമിക്കാം. അങ്ങനെ അവർ പിരിഞ്ഞു. അർജുൻ നേരെ റൂമിലെത്തി വെറുതെ മോഹിച്ച കുറെ സ്വപ്നങ്ങൾ ഓർത്ത് വിഷമിച്ചു. കണ്ണു നിറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നു.